ഹായ് വെൽക്കം ടു MouseTrack. നമുക്കിന്ന് നമ്മളൊരു എക്സൽ ഫയൽ ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് നമ്മൾ ജൂനിയേഴ്സിനോട് എൻട്രി ചെയ്യാൻ പറയുകയാണ്. അപ്പം നമ്മൾ കൊടുത്ത കോളത്തിൽ ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, യുവർ നെയിം യുവർ ഇമെയിൽ ഐ ഡി. ഇവിടെ യുവർ നെയിം എന്ന് പറയുന്നതിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ ഉദാഹരണത്തിന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ 10 ലൈൻസാണ്, 10 റോസ്. അപ്പം ഈ യുവർ നെയിം എന്ന് ഈ 10 റോയിലും ക്യാപിറ്റൽ ലെറ്റർ അല്ലാതെ ഒരു യൂസർക്ക് എൻട്രി ചെയ്യാൻ പാടില്ല. അതായത് ലോവർ കേസിൽ അടിക്കുമ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം അപ്പർ കേസ് ഓൺലി. അതുപോലെ യുവർ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നിടത്ത് ലോവർ കേസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ അടിച്ച് നോക്കാം. സ്മോൾ ലെറ്റർ എൻ്റർ ചെയ്യാം, ക്യാപ് ലെറ്റർ എൻ്റർ ചെയ്യാം. അതേപോലെ ഇവിടെയും ക്യാപ് ലെറ്റർ എൻ്റർ ചെയ്യാം, സ്മോൾ ലെറ്റർ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്നില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ വാലിഡേഷനിലൂടെ പോകാം. അതിന് വേണ്ടിയിട്ട് ഡാറ്റയിൽ പോവാം, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യാം. എനി വാല്യൂ അല്ല, ഇത് കസ്റ്റം ആക്കാം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഏതാണ് കോളം? C2 ആണ്. ഇസിക്കൽ ടു എക്സാക്റ്റ് എന്ന് പറഞ്ഞിട്ട് C2 കോമ, ഇനി അപ്പറാണ് ഇവിടെ വേണ്ടത്, അപ്പർ കോമ C2. ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ്, ഒരു ക്ലോസും കൂടി വേണം, 2 ബ്രാക്കറ്റ് ഉണ്ട്. എൻ്റർ അടിക്കുക. ശേഷം നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് വലിക്കാം. ഇത് നമ്മളിവിടെ ലോവർ കേസ് എൻ്റർ ചെയ്ത് നോക്കാം. ആദ്യം ക്യാപ്സ് എൻ്റർ ചെയ്ത് നോക്കാം. ക്യാപ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്മോൾ ലെറ്റർ എൻ്റർ ചെയ്ത് നോക്കാം. ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരുമ്പോൾ യൂസറിന് ചിലപ്പം മനസ്സിലാവില്ല ഇതെന്താണ് സംഭവം, എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. അപ്പോൾ നമ്മൾ പോവുക, വീണ്ടും ഫസ്റ്റ് കോളത്തിലേക്ക്, നമ്മൾ ചെയ്ത കോളത്തിലേക്ക് തന്നെ പോവുകയാണ്. ഫസ്റ്റ് കോളത്തിൽ ഡാറ്റ വാലിഡേഷനിൽ പോയ ശേഷം അതിൻ്റെ ഇൻപുട്ട് മെസ്സേജ് വേണമെന്നില്ല, എറർ മെസ്സേജിലേക്ക് പോവുക, സ്റ്റോപ്പ് ബട്ടൺ. അതിന് ശേഷം നമുക്ക് എടുക്കാൻ പാടില്ല, സ്റ്റോപ്പിനെ കൊടുക്കുക. അതേപോലെ ഇവിടെ നമ്മൾ വേറെ ഇഗ്നോർ ബ്ലാങ്ക് നമുക്ക് പ്രശ്നമില്ലെങ്കിൽ അത് ബ്ലാങ്ക് വിടാം എങ്കിൽ നമ്മൾ ഇഗ്നോർ ബ്ലാങ്ക് ഓക്കെ, അതല്ലെങ്കിൽ അത് ഒഴിവാക്കണം. ഇവിടെ എറർ മെസ്സേജിലേക്ക് വന്നിട്ട് എറർ മെസ്സേജിൽ ഓൺലി അപ്പർ കേസ് ആക്സെപ്റ്റഡ്. ഇവിടെ നമ്മൾ ഇറന്നടിക്കുന്നത്. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു മെസ്സേജ് താഴത്തോളം ഡ്രാഗ് ചെയ്തു. ഇനി നമ്മളിവിടെ ക്യാപ്സ് അടിക്കുകയാണ്. ക്യാപ്സ് അടിച്ചു. ഇനി സ്മോൾ ലെറ്റർ അടിച്ചു നോക്കണം. നമ്മൾ അവിടെ എറർ വരികയാണ്, യു ക്യാൻ എൻ്റർ ഓൺലി അപ്പർ കേസിൽ ഹിയർ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഇടാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് ചെയ്യാം. ഡാറ്റ വാലിഡേഷനിൽ പോയി നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഇവിടെ എനി വാല്യൂവിൽ കസ്റ്റം, ഇവിടെ D2 ആണ്. ഈക്വൽ ടു എക്സാക്റ്റ് D2 കോമ ലോവർ കേസാണ് ഇവിടെ വേണ്ടത്, ലോവർ D2 2 ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. മാത്രമല്ല എറർ മെസ്സേജും കൂടെ പോവാം. ഓൺലി ലോവർ കേസ് ആക്സെപ്റ്റഡ് ഹിയർ. ഡ്രാഗ് ചെയ്യുക, കാരണം എന്നാൽ മാത്രമേ എല്ലാത്തിനും എഫക്റ്റ് ആവുള്ളൂ. ഇനി ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ അടിക്കുകയാണ്, എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ് ലെറ്റർ അടിച്ച് നോക്കാം. യു ക്യാൻ എൻ്റർ ലോവർ കേസ് ലെറ്റേഴ്സ് ഹിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം, ക്യാപ്സ് ആണോ ലോവർ ആണോ, ഇനി പ്രോപ്പർ, അങ്ങനെ മറ്റുള്ള കേസുകളും റെസ്ട്രിക്റ്റ് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.